നമസ്കാരം. യോഗ് അപ്രീസിയേഷൻ പ്രോഗ്രാമിന്റെ പഞ്ചമ അഭ്യാസ വിഭാഗത്തിലേക്ക് നിങ്ങൾക്കേവർക്കും ഹാർദമായ സ്വാഗതം. ഈ അഭ്യാസം നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾക്ക് സുഖപ്രദവും സ്വസ്ഥവുമായ ഒരു ആസനത്തിലിരിക്കുക. പദ്മാസൻ, അർദ്ധപദ്മാസൻ, സുഖാസനം എന്നിവയിൽ ഏതെങ്കിലും ഒരു ആസനത്തിലിരിക്കുക. 2 കൈകളും കൂപ്പുക. കണ്ണുകൾ മൃദുവായി അടയ്ക്കുക. നമുക്ക് ഓംകാര മന്ത്രോച്ചാരണത്തോടെ ഈ അഭ്യാസം ആരംഭിക്കാം. സംഗചത്വം സംവദത്വം സംവോ മനാസി ജാനതാ ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനനാന ഉപാസത്തെ സഞ്ജാനന ഉപാസത്തെ. പതുക്കെ 2 കൈപ്പത്തികളും കണ്ണുകൾക്ക് മുകളിൽ വയ്ക്കുക. കണ്ണുകൾ തുറന്നുകൊണ്ട് സാധാരണ സ്ഥിതിയിലേക്ക് വരിക. ഇന്ന് നമ്മൾ ചലനക്രിയകളുടെ അഭ്യാസം ചെയ്യുന്നതാണ്. ചലനക്രിയകൾ നമ്മുടെ ശരീരത്തെ വഴക്കമുള്ളതാക്കുന്നു. ചലനക്രിയകൾ അഭ്യസിക്കുവാനായി നിങ്ങളുടെ സ്ഥാനത്ത് എഴുന്നേറ്റു നിൽക്കുക. ഗ്രീവാചാലൻ അഭ്യസിക്കാം. ശ്രദ്ധിക്കുക, ആർക്കെങ്കിലും കഴുത്തിന് വേദനയുണ്ടെങ്കിൽ അയാൾ ഏതെങ്കിലും ഗുരുവിന്റെ മേൽനോട്ടത്തിൽ മാത്രമേ ഈ അഭ്യാസം ചെയ്യാവൂ. ഗ്രീവാചലനത്തിന്റെ ആദ്യത്തെ വ്യായാമത്തിൽ കഴുത്ത് മുന്നോട്ടും പിന്നോട്ടും വളയ്ക്കേണ്ടതാണ്. സമപാദത്തിലായിരിക്കുക. ഇനി കാലുകൾ തമ്മിൽ 2 ഇഞ്ച് ദൂരം പാലിക്കുക. താഴ്ത്തിയിട്ടിരിക്കുന്ന 2 കൈകളും വശങ്ങളിലൂടെ ഉയർത്തി ചലനക്രിയയുടെ അഭ്യാസത്തിനായി നിങ്ങളുടെ ഇടുപ്പിന്മേൽ വയ്ക്കുക. ശ്വാസമെടുക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ താടി നിങ്ങളുടെ കണ്ഠത്തിന് താഴെ മുട്ടാൻ ശ്രമിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് നിങ്ങളുടെ കഴുത്ത് മധ്യസ്ഥിതിയിലേക്ക് തിരികെ കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് പിന്നിലേക്ക് വളയ്ക്കുക. ശ്വാസമെടുത്തുകൊണ്ട് വീണ്ടും നിങ്ങളുടെ ശിരസ് മധ്യസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വീണ്ടും ശിരസ് മുന്നോട്ട് കുനിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് വീണ്ടും നിങ്ങളുടെ കഴുത്ത് നിവർത്തി മധ്യസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. വീണ്ടും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ കഴുത്ത് പിന്നിലേക്ക് കൊണ്ടുപോകുക. ശ്വാസമെടുത്തുകൊണ്ട് നിങ്ങളുടെ കഴുത്ത് മധ്യസ്ഥിതിയിലേക്ക് തിരികെ കൊണ്ടുവരിക. ഇനി രണ്ടാമത്തെ വ്യായാമം കഴുത്ത് വലത്തേക്കും ഇടത്തേക്കും ചെരിക്കുന്ന വ്യായാമമാണ്. ഇതിനായി ശ്വാസമെടുക്കുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കഴുത്ത് വലതുവശത്തേക്ക് ചെരിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് കഴുത്ത് മധ്യസ്ഥിതിയിലേക്ക് തിരികെ കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കഴുത്ത് ഇടത്തേക്ക് ചെരിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് കഴുത്ത് മധ്യസ്ഥിതിയിലേക്ക് തിരികെ കൊണ്ടുവരിക. വീണ്ടും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് വലതുവശത്തേക്ക് ചെരിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കഴുത്ത് മധ്യസ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് ഇടതുവശത്തേക്ക് ചെരിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് ശിരസ് സാധാരണ സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. ഇനി നമ്മൾ മൂന്നാമത്തെ വ്യായാമം ചെയ്യുന്നതാണ്. ശിരസ് വലത്തേക്കും ഇടത്തേക്കും തിരിക്കുന്ന അഭ്യാസമാണ്. ഇതിനായി ആദ്യം നമുക്ക് ശ്വാസം ഉള്ളിലേക്കെടുക്കാം. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കഴുത്ത് വലതുവശത്തേക്ക് തിരിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് ശിരസ് മധ്യമസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വീണ്ടും
കഴുത്ത് ഇടതുവശത്തേക്ക് തിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് മധ്യമസ്ഥിതിയിലേക്ക് ശിരസ് കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് വലതുവശത്തേക്ക് തിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ശിരസ് മധ്യസ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് ഇടത്തേക്ക് തിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ശിരസ് വീണ്ടും സാധാരണ സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. ഗ്രീവാചലനത്തിന്റെ അഭ്യാസം. ഗ്രീവാചലനത്തിന്റെ അഭ്യാസത്തിനായി നിങ്ങളുടെ താടി നിങ്ങളുടെ നെഞ്ചിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ശിരസ് ഘടികാരദിശയിൽ തിരിച്ചുകൊണ്ട് കഴുത്ത് കറക്കുക. പുറകിലേക്ക് കൊണ്ടുപോകുമ്പോൾ പതുക്കെ ശ്വാസം ഉള്ളിലേക്കെടുക്കുക. മുന്നിലേക്ക് വരുംതോറും പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. ഒരിക്കൽ കൂടി ഈ വ്യായാമം ആവർത്തിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് ശിരസ് പിന്നിലേക്ക് കൊണ്ടുപോകുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് മുന്നിലേക്ക് കൊണ്ടുവരിക. ഇനി ഈ അഭ്യാസം നമുക്ക് വിപരീത ഘടികാരദിശയിൽ ചെയ്യാം. ശ്വാസമെടുക്കുക. ശ്വാസമെടുത്തുകൊണ്ട് പതുക്കെ പതുക്കെ ശിരസ് പിന്നിലേക്ക് കൊണ്ടുപോകുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുന്നിലേക്ക് ശിരസ് കൊണ്ടുവരിക. ഈ അഭ്യാസം വീണ്ടും ആവർത്തിക്കുക. പതുക്കെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് സാധാരണ സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. പതുക്കെ കൈകൾ രണ്ടും താഴേക്ക് സാധാരണ സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. കണ്ണുകൾ അടയ്ക്കുക. നമ്മളിപ്പോൾ കഴുത്തിന്റെ അഭ്യാസമാണ് ചെയ്തത്. അതിന് നിങ്ങളുടെ ശരീരത്തിലുണ്ടായ നല്ല പരിണാമത്തെക്കുറിച്ച് നിങ്ങൾ അനുഭവിച്ചറിയുക. ഗ്രീവാചാലൻ അഭ്യാസം ചെയ്തതുകൊണ്ട് നിങ്ങളുടെ ഗ്രീവ അല്ലെങ്കിൽ നിങ്ങളുടെ കഴുത്തുമായി ബന്ധപ്പെട്ട എല്ലാ മാംസപേശികൾക്കും വഴക്കം വന്നിരിക്കുകയാണ്. സ്കന്ദചലന അഭ്യാസത്തിനായി 2 കാലുകളും തമ്മിൽ 2 തൊട്ട് 3 ഇഞ്ച് വരെ അകലം പാലിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് 2 കൈകളും 2 വശങ്ങളിലൂടെ ശിരസ്സിന് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. ശ്വാസമെടുത്തുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വീണ്ടും കൈകൾ താഴേക്ക് കൊണ്ടുവരിക. ഈ വ്യായാമം 2 തവണ ആവർത്തിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് 2 കൈകളും മുകളിലേക്ക് കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് 2 കൈകളും താഴേക്ക് കൊണ്ടുവരിക. ഒരിക്കൽ കൂടി ശ്വാസമെടുത്തുകൊണ്ട് 2 കൈകളും ശിരസിന് മുകളിലേക്ക് കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് 2 കൈകളും താഴേക്ക് കൊണ്ടുവരിക. കണ്ണുകൾ അടയ്ക്കുക. 2 കൈകളും അയച്ച് വിടുക. ഈ വ്യായാമത്തിലൂടെ നിങ്ങളുടെ സ്കന്ദ അല്ലെങ്കിൽ തോളുകളിൽ ഉണ്ടായ നല്ല മാറ്റം നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിച്ചറിയുക. സ്കന്ദചക്രത്തിന്റെ 2ാമത്തെ വ്യായാമത്തിനായി നിങ്ങളെ തന്നെ ഒരുക്കുക. പതുക്കെ കണ്ണുകൾ തുറക്കുക. 2ാമത്തെ വ്യായാമത്തിനായി 2 കൈകളും നിങ്ങളുടെ തോളുകളുടെ ഉയരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. ശ്വാസം എടുത്തുകൊണ്ട് കൈപ്പത്തികൾ തിരിക്കുക. ശ്വാസം എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് 2 കൈകളുടെയും വിരലുകൾ തോളുകളിലേക്ക് കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് 2 കൈകളുടെയും കൈമുട്ടുകൾ മുന്നിൽ കൊണ്ടുവന്ന് പരസ്പരം തൊടുവിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് ഘടികാരദിശയിൽ 1 വട്ടം കറക്കുക. ശ്രദ്ധിക്കുക, കൈമുട്ടുകൾ രണ്ടും പിന്നിലേക്ക് കറക്കുമ്പോൾ ശ്വാസം എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈമുട്ടുകൾ രണ്ടും മുന്നിലേക്ക് തിരികെ കൊണ്ടുവരിക. 2 തവണ ഈ വ്യായാമം ഘടികാരദിശയിൽ ചെയ്യുക. ഇനി ഘടികാരത്തിന്റെ വിപരീത ദിശയിൽ ഈ വ്യായാമം നമുക്ക് ചെയ്യാം. ശ്വാസമെടുക്കുക. ശ്വാസമെടുത്തുകൊണ്ട് കൈകൾ പിന്നിലേക്ക് കൊണ്ടുപോകുക. മുന്നിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക. ഒരിക്കൽ കൂടി ഈ വ്യായാമം ആവർത്തിക്കുക.
ശ്വാസം എടുത്തുകൊണ്ട് പിന്നിലേക്ക് കൊണ്ടുപോകുക. ശ്വാസം എടുത്തുകൊണ്ട് കൈമുട്ടുകൾ മുന്നിലേക്ക് കൊണ്ടുവരിക. വീണ്ടും സാധാരണ സ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ കൈമുട്ടുകൾ പുറത്തേക്ക് തിരിക്കുക. കൈകൾ നീട്ടുക. കൈപ്പത്തികൾ തിരിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ താഴേക്കിടുക. കട്ടിച്ചാലൻ അഭ്യാസം. കട്ടിച്ചാലൻ വ്യായാമത്തിനായി നിങ്ങളുടെ കാലുകൾ തമ്മിൽ 2 തൊട്ട് 3 ഇഞ്ച് അകലം പാലിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നടുവ് വരെയുള്ള ഭാഗത്ത് വരെ പിന്നിലേക്ക് വളയാൻ ശ്രമിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് മധ്യമസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് 2 കൈകളും നിങ്ങളുടെ പാദങ്ങൾക്ക് നടുവിൽ കൊണ്ടുവരും വിധം മുന്നിലേക്ക് വളയുക. വീണ്ടും ശ്വാസമെടുത്തുകൊണ്ട് മധ്യമസ്ഥിതിയിലേക്ക് തിരികെ വരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പിന്നിലേക്ക് വളയുക. നിങ്ങളുടെ മാംസപേശികളിൽ വലിവ് തോന്നിയേക്കാം. വീണ്ടും ശ്വാസമെടുത്തുകൊണ്ട് മുന്നിലേക്ക് വളയുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ കാൽപാദങ്ങൾക്ക് നടുവിൽ കൈപ്പത്തികൾ വയ്ക്കുക. വീണ്ടും ശ്വാസമെടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തുക. വീണ്ടും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ സാധാരണ സ്ഥിതിയിലേക്ക് തിരികെ വരിക. നിങ്ങളുടെ കൈകൾ രണ്ടും താഴേക്ക് ഇടുക. വിശ്രമസ്ഥിതിയിലേക്ക് വരിക. 2 കൈകളും അയച്ച് ഇടുക. കണ്ണുകൾ അടയ്ക്കുക. യോഗാഭ്യാസത്തിലൂടെ നിങ്ങളുടെ ശരീരത്തിലെ മാംസപേശികളിലുണ്ടായ നല്ല മാറ്റം അനുഭവിച്ച് അറിയുക. കട്ടിച്ചലനത്തിന്റെ 2ാമത്തെ വ്യായാമത്തിനായി ശാരീരികവും മാനസികവുമായി തയ്യാറെടുക്കുക. കട്ടിച്ചാലനത്തിന്റെ 2ാമത്തെ അഭ്യാസം. കട്ടിച്ചാലനത്തിന്റെ 2ാമത്തെ വ്യായാമത്തിനായി നിങ്ങളുടെ കാലുകൾ തമ്മിൽ തോളുകളുടെ അതേ ദൂരം പാലിക്കുക. 2 കൈകളും മുന്നിലൂടെ ഉയർത്തി നിങ്ങളുടെ തോളുകളുടെ അതേ ഉയരത്തിലേക്ക് കൊണ്ടുവരിക. ശ്വാസമെടുക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് 2 കൈകളും നിങ്ങളുടെ ശരീരത്തിന് പിന്നിലേക്ക് കൊണ്ടുപോകുക. ഒരു കൈമുട്ട് വളച്ചുകൊണ്ട്. നീട്ടിവച്ചിരിക്കുന്ന കൈയിലെ നടുവിരലിലേക്ക് നോക്കുക. വീണ്ടും ശ്വാസമെടുത്തുകൊണ്ട് മധ്യസ്ഥാനത്തേക്ക് തിരികെ വരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക്. ശ്വാസമെടുത്തുകൊണ്ട് മധ്യമ സ്ഥാനത്തേക്ക്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വലതുവശത്തേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് മധ്യമ സ്ഥാനത്തേക്ക്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടതുവശത്തേക്ക്. ശ്വാസം എടുത്തുകൊണ്ട് മധ്യമസ്ഥിതിയിലേക്ക് വരിക. പതുക്കെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് 2 കൈകളും സമാവസ്ഥയിലേക്ക് താഴേക്കിടുക. 2 കാലുകളും തമ്മിൽ ചേർക്കുക. കൈകൾ അയച്ചിടുക. കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ ഇടുപ്പിൽ അനുഭവപ്പെടുന്ന നല്ല മാറ്റം നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിച്ചറിയുക. മുട്ടിന്റെ ചലനക്രിയ. കാലുകൾ വീണ്ടും പഴയതുപോലെ അകത്തുക. അതായത് കാലുകൾ തമ്മിൽ തോളുകൾ തമ്മിലുള്ള അതേ ദൂരം. ശ്വാസമെടുത്തുകൊണ്ട് കൈകൾ തോളുകളുടെ ഉയരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. ശ്രദ്ധിക്കുക, നിങ്ങളുടെ കൈപ്പത്തികൾ നിലത്തിന് അഭിമുഖമായി ഇരിക്കണം. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പതുക്കെ നിങ്ങളൊരു കസേരയിൽ ഇരിക്കുന്നതുപോലെ വായുവിൽ ഇരിക്കാനായി പരിശ്രമിക്കുക. ശ്രദ്ധിക്കുക, മുട്ടിന് വേദനയുള്ളവർ ഈ വ്യായാമം ചെയ്യുന്നത് ഏതെങ്കിലും ഗുരുവിന്റെ മേൽനോട്ടത്തിൽ ആയിരിക്കണം. ശ്വാസമെടുത്തുകൊണ്ട് തിരികെ വരിക. ഒരിക്കൽ കൂടി ഈ വ്യായാമം ആവർത്തിക്കുക. ശ്വാസമെടുക്കുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് താഴേക്ക് അമർന്നിരിക്കുക. ശ്രദ്ധിക്കുക, നിങ്ങളുടെ തുടകൾ തറയ്ക്ക് സമാന്തരമായി ഇരിക്കണം. നിങ്ങൾ മുന്നിലേക്കോ പിന്നിലേക്കോ കുനിഞ്ഞ് ഇരിക്കരുത്, നേരെയിരിക്കണം. ശ്വാസമെടുക്കുക. തിരികെ വരിക. 2 കൈകളും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട്
ആദ്യത്തെ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരിക. 2 കാലുകളും തമ്മിൽ ചേർക്കുക. കണ്ണുകൾ അടയ്ക്കുക. തുടകളിലും കാലുകളിലും അനുഭവപ്പെടുന്ന നല്ല മാറ്റത്തെ നിങ്ങളുടെ മനസ്സിൽ അനുഭവിച്ചറിയുക. ആസനങ്ങളിലേക്ക് നമുക്കിനി പോകാം. നമ്മുടെ അടുത്ത വ്യായാമമാണ് താൽ ആസനം. താടാസനത്തിനായി നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയെ സമവസ്ഥയിലേക്ക് കൊണ്ടുവരിക. അതായത് നിങ്ങളുടെ 2 കാലുകളും തമ്മിൽ 1 അല്ലെങ്കിൽ 2 ഇഞ്ച് ദൂരം. 2 കൈകളും മുന്നിലൂടെ ശ്വാസമെടുത്തുകൊണ്ട് നിങ്ങളുടെ തോളുകളുടെ ഉയരത്തിലേക്ക് കൊണ്ടുവരിക. 2 കൈകളുടെയും വിരലുകൾ തമ്മിൽ കോർക്കുക. ഇനി കൈപ്പത്തികൾ പുറത്തേക്ക് തിരിക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ രണ്ടും തലയ്ക്ക് മുകളിലേക്ക് കൊണ്ടുവരിക. ശ്വാസം എടുത്തുകൊണ്ട് നിങ്ങളുടെ കാലുകളുടെ ഉപ്പൂറ്റികൾ ഉയർത്തിക്കൊണ്ട് നിങ്ങളുടെ മുഴുവൻ ശരീരത്തിന്റെ ഭാരവും നിങ്ങളുടെ ഉപ്പൂറ്റിയിന്മേലായിരിക്കണം. നിങ്ങളുടെ ശരീരഭാരം മുഴുവനും ഉപ്പൂറ്റിയിന്മേലായിരിക്കണം. ഈ വ്യായാമം നിങ്ങളുടെ ശരീരത്തിന് ദൃഢതയും സന്തുലിതാവസ്ഥയും പ്രദാനം ചെയ്യുന്നു. കണ്ണുകൾ തുറന്നുകൊണ്ട് മുന്നിലുള്ള ഏതെങ്കിലും ഒരു ബിന്ദുവിൽ നിങ്ങളുടെ എല്ലാ ശ്രദ്ധയും കേന്ദ്രീകരിക്കുക. വീണ്ടും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പതുക്കെ പതുക്കെ നിങ്ങളുടെ ഉപ്പൂറ്റി താഴേക്കമർത്തുക. കൈകൾ തുറക്കുക. ഇനി പതുക്കെ കൈകൾ രണ്ടും വശങ്ങളിലൂടെ താഴേക്ക് കൊണ്ടുവന്ന് സാധാരണ സ്ഥിതിയിൽ വയ്ക്കുക. കണ്ണുകൾ അടയ്ക്കുക. ഇനി താടാസൻ അഭ്യസിച്ചതിലൂടെ നിങ്ങളുടെ മുഴുവൻ ശരീരത്തിലെയും മാംസപേശികളിലുണ്ടായ നല്ല മാറ്റത്തെ അനുഭവിച്ചറിയുക. അടുത്ത വ്യായാമമാണ് ദൃക്ഷ് ആസന അഭ്യാസം. പതുക്കെ നിങ്ങളുടെ കണ്ണുകൾ തുറയ്ക്കുക. നിങ്ങളുടെ ദിശ മുന്നോട്ട് തിരിക്കുക. ദൃക്ഷ് ആസൻ അഭ്യാസത്തിനായി സമവസ്ഥയിലേക്ക് വരിക. വൃക്ഷാസനത്തിന്റെ അഭ്യാസം നമുക്ക് വലതു കാല് വച്ച് ചെയ്യാം. വലതുകാലിന്റെ മുട്ടുമടക്കി നിങ്ങളുടെ ഇടത്തെ തുടയിന്മേൽ വയ്ക്കുക. രണ്ട് കൈകളും 2 വശങ്ങളിലൂടെ മുകളിലേക്കുയർത്തി തലയ്ക്ക് മുകളിൽ പ്രണാമം മുദ്രയിൽ കൈകൾ കൂട്ടിച്ചേർത്ത് പിടിക്കുക. ഈ ആസനം നമ്മുടെ ശരീരത്തിന്റെ തന്ത്രികാതന്ത്രികത്തിൽ സന്തുലനം കൊണ്ടുവരുന്നു. തന്ത്രികാതന്ത്രികത്തെ കൂടുതൽ ബലമുള്ളതാക്കാൻ ഈ വ്യായാമം വളരെ ഉപകാരപ്രദമാണ്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ താഴേക്ക് കൊണ്ടുവരിക. പതുക്കെ വലതുകാൽ താഴേക്ക് വയ്ക്കുക. ഇടതുകാൽ ഇനി നമുക്ക് ഇടതുകാലിൽ ഈ വ്യായാമം ആവർത്തിക്കാം. ഏറ്റവും ആദ്യം നമ്മുടെ കാലുകൾ മുട്ടുമടക്കി മുകളിലേക്ക് ഉയർത്തി വലതു തുടയിൽ വയ്ക്കുക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് 2 കൈകളും വശങ്ങളിലൂടെ ഉയർത്തിക്കൊണ്ട് നിങ്ങളുടെ ശിരസിന് മുകളിൽ പ്രണാമം മുദ്രയിൽ പിടിക്കുക. നിങ്ങളുടെ ദൃഷ്ടി നിങ്ങളുടെ മുന്നിലുള്ള ഏതെങ്കിലും ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുക. പതുക്കെ തിരിച്ച് സമാവസ്ഥയിലേക്ക് തിരികെ വരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തുക. കാലുകൾ പതിയെ താഴേക്ക് വയ്ക്കുക. കൈകൾ അയച്ചിടുക. കാലുകൾ അയച്ചിടുക. കണ്ണുകൾ അടയ്ക്കുക. ഇനി ഈ വ്യായാമത്തിലൂടെ നിങ്ങൾക്കനുഭവപ്പെട്ട ശാരീരികവും മാനസികവുമായ നല്ല മാറ്റത്തെ നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിച്ചറിയുക. അടുത്ത വ്യായാമമാണ് പാദ്ഹസ്ത് ആസനത്തിന്റെ അഭ്യാസം. പാദ്ഹസ്ത് അഭ്യാസത്തിനായി നിങ്ങളുടെ കാലുകൾ തമ്മിൽ 2 ഇഞ്ച് ദൂരം പാലിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് നിങ്ങളുടെ കൈകൾ രണ്ടും മുന്നിലൂടെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ പുറം വളയ്ക്കാതെ മുന്നിലേക്ക് വളരെ പതുക്കെ കുനിയുക. ശ്രദ്ധിക്കുക, ആരംഭത്തിൽ ഈ വ്യായാമം ചെയ്യുമ്പോൾ വളരെ പതുക്കെ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് സ്ഥിരതയോടെ എത്ര ദൂരം പോകാനാകുമോ അവിടെ വരെ മാത്രം പോവുക. നിങ്ങൾ ബലം പിടിച്ച് ഒന്നും ചെയ്യാൻ ദയവായി ശ്രമിക്കരുത്. ശ്വാസം വിടാതെ എത്ര നേരം ആ അവസ്ഥയിൽ തുടരാനാവുമോ തുടരുക. അതിനുശേഷം സാധാരണഗതിയിൽ ശ്വാസോച്ഛ്വാസം നടത്തിക്കൊണ്ട് ആ അവസ്ഥയിൽ തുടരുക. ഇനി പതുക്കെ നമുക്ക് തിരികെ വരാം. ശ്വാസമെടുത്തുകൊണ്ട് കൈകൾ മുന്നിലേക്ക് നീട്ടിക്കൊണ്ട് ശിരസിന് മുകളിലേക്ക് കൊണ്ടുവരും വരെ തിരികെ വരിക.
ഇനി വളരെ പതുക്കെ കൈകൾ രണ്ടും വശങ്ങളിലൂടെ താഴേക്ക് കൊണ്ടുവന്ന് സാധാരണ സ്ഥിതിയിൽ വയ്ക്കുക. കണ്ണുകൾ അടച്ചുകൊണ്ട് പാദഹസ്താസനത്തിന്റെ പ്രഭാവത്തെക്കുറിച്ച് അനുഭവിച്ചറിയുക. പതുക്കെ കണ്ണുകൾ തുറക്കുക. ഇനി നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്ന വ്യായാമമാണ് അർദ്ധചക്രാസന. അർദ്ധചക്രാസനം നമ്മുടെ ശ്വസനക്ഷമത വർദ്ധിപ്പിക്കുന്നതാണ്. അർദ്ധചക്രാസനത്തിനായി നിങ്ങളുടെ കാൽപാദങ്ങൾ തമ്മിൽ 2 ഇഞ്ച് ദൂരം പാലിക്കുക. 2 കൈകളും നിങ്ങളുടെ ഇടുപ്പിന്മേൽ വയ്ക്കുക. നിങ്ങളുടെ 2 കൈമുട്ടുകളും പരസ്പരം സമാന്തരമായി പിന്നിലേക്ക് വളയ്ക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ ഇടുപ്പ് വരെയുള്ള ശരീരഭാഗം പിന്നിലേക്ക് വളച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എവിടെ വരെ വളയാൻ സാധിക്കുമോ അത്രയും പിന്നിലേക്ക് വളയാൻ ശ്രമിക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസത്തോടുകൂടി കുറച്ചു സമയം ഇതേ അവസ്ഥയിൽ തുടരുവാൻ ശ്രമിക്കുക. ഈ ആസനം നടുവുവേദനയ്ക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ആസനമാണ്. പതുക്കെ ശ്വാസമെടുക്കുക, എന്നിട്ട് പഴയ സ്ഥാനത്തേക്ക് തിരികെ വരിക. ഇനി നിങ്ങളുടെ കൈകൾ സാധാരണ സ്ഥിതിയിലേക്ക് തിരികെ കൊണ്ടുവരിക. കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ നടുവുമായി ബന്ധപ്പെട്ട ഏതൊരു രോഗാവസ്ഥയും ഈ ആസനത്തിലൂടെ മാറി എന്നത് അനുഭവിക്കുക. നിങ്ങളുടെ മാംസപേശികളിൽ അർദ്ധചക്രാസനത്തിന്റെ നല്ല മാറ്റങ്ങൾ അനുഭവിച്ചറിയുക. ഇനി നമ്മൾ ത്രികോണാസനം അഭ്യസിക്കാൻ പോവുകയാണ്. അതിനായി 2 തൊട്ട് 2.5 ഇഞ്ച് ദൂരം പാലിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് 2 കൈകളും തോളിന് സമമായി ഉയർത്തുക. കൈപ്പത്തികൾ മുൻപോട്ട് തിരിച്ചുവയ്ക്കുക. വലത് കാൽപാദം വലത്തേക്ക് തിരിക്കുക. വലത് കൈപ്പത്തിയുടെ വിരലുകൾ വലത് കാൽപാദത്തിന്റെ പിന്നിൽ വയ്ക്കാൻ ശ്രമിക്കുക. ശ്വാസമെടുക്കുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വലത് കൈ വലത് കാലിന്റെ പിന്നിൽ വയ്ക്കാൻ ശ്രമിക്കുക. ശ്വാസമെടുക്കുക. ഇനി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് വലത് കൈയിലെ വിരലുകൾ വലത് കാലിന്റെ പിന്നിൽ വയ്ക്കാൻ ശ്രമിക്കുക. ശിരസ് മുകളിലുള്ള കൈയുടെ നേരെ തിരിക്കുക. കൈയിലെ നടുവിരലിലേക്ക് നോക്കാൻ ശ്രമിക്കുക. കുറച്ചുനേരം ഇതേ അവസ്ഥയിൽ തുടരുക. ത്രികോണാസനം നമ്മുടെ തോളുകൾ, ഇടുപ്പ്, നട്ടെല്ല് എന്നിവിടങ്ങളിലെ മാംസപേശികളെയും വഴക്കമുള്ളതാക്കുന്നു. ശ്വാസമെടുത്തുകൊണ്ട് വീണ്ടും മധ്യമസ്ഥിതിയിലേക്ക് തിരികെ വരിക. കാൽപാദം മുന്നോട്ട് തിരിക്കുക. ഇടതു കാൽപാദം പുറത്തേക്ക് തിരിക്കുക. ഈ അഭ്യാസം ഇടതുവശത്തും ആവർത്തിക്കുക. ഇടതു കൈ ആദ്യം ശ്വാസമെടുക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടതു കൈ ഇടതു കാൽപാദത്തിന്റെ പിന്നിൽ വയ്ക്കാൻ ശ്രമിക്കുക. കഴുത്ത് തിരിച്ച് മുകളിൽ നിവർത്തിപ്പിടിച്ചിരിക്കുന്ന കൈയിലെ നടുവിരലിലേക്ക് നോക്കാൻ ശ്രമിക്കുക. കുറച്ചു സമയം ഇതേ അവസ്ഥയിൽ തുടരുക. ശ്വാസം എടുത്തുകൊണ്ട് ആദ്യ സ്ഥിതിയിലേക്ക് തിരികെ വരുക. കാൽമുട്ടുകൾ നേരെയാക്കുക. കൈപ്പത്തികൾ തിരിക്കുക. പതുക്കെ കൈകൾ താഴ്ത്തുക. 2 കാലുകളും ചേർത്തുവെച്ച് സാധാരണ സ്ഥിതിയിലേക്ക് വരിക. ത്രികോണാസനം നമ്മുടെ തുടകൾ, ഇടുപ്പ്, നട്ടെല്ല്, തോളുകൾ എന്നിവയിലെ മാംസപേശികളെ ബലമുള്ളതാക്കുന്നു. ഇനി നമ്മൾ അടുത്ത ആസനത്തിലേക്ക് പോവുകയാണ്. ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന ആസനങ്ങൾ അഭ്യസിക്കാം. ഇരുന്നുകൊണ്ട് ചെയ്യാവുന്ന ആസനങ്ങളുടെ അഭ്യാസത്തിൽ ഏറ്റവും ആദ്യത്തെ അഭ്യാസമാണ് ദണ്ഡാസനത്തിന്റെ അഭ്യാസം. ദണ്ഡാസനത്തിനായി നിങ്ങളുടെ സ്ഥാനങ്ങളിൽ തന്നെ ഇരിക്കുക. 2 കാലുകളും മുന്നോട്ട് നിവർത്തിവയ്ക്കുക. കാൽമുട്ടുകൾ ചേർത്ത് വയ്ക്കുക. 2 കൈകളും ഹിപ്സിനരികിൽ വയ്ക്കുക.
വിരലുകൾ ചേർത്ത് വയ്ക്കുക. തലയും കഴുത്തും പുറവും നേരെ വയ്ക്കുക. കണ്ണുകൾ അടയ്ക്കുക. ഇതാണ് ദണ്ഡാസനത്തിന്റെ അഭ്യാസം. പതുക്കെ കണ്ണുകൾ തുറക്കുക. ഇനി നമ്മൾ ഭദ്രാസനം അഭ്യസിക്കാൻ പോവുകയാണ്. ഭദ്ര എന്നാൽ ഉറച്ച അല്ലെങ്കിൽ ശുഭകരം. നമ്മുടെ ഉള്ളിൽ ശുഭകരമായ, ക്ഷേമകരമായ ഭാവനകൾ ഇത് ഉണർത്തുന്നു. ഭദ്രാസനത്തിനായി 2 കാലുകളും മുന്നിലേക്ക് നീട്ടിവച്ച് അവ നിങ്ങളുടെ പെൽവിസിനരികിലേക്ക് കൊണ്ടുവരിക. 2 കൈവിരലുകളും കോർത്ത് കാൽപാദത്തിനു മുകളിൽ ലോക്ക് ചെയ്യുക. കൈവിരലുകൾ കോർത്തുവയ്ക്കുക. 2 കാൽമുട്ടുകളും നിങ്ങൾക്ക് സാധിക്കാവുന്നിടത്തോളം നിലത്ത് സ്പർശിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. ഇടുപ്പും പുറവും കഴുത്തും നേരെ വയ്ക്കുക. ഭദ്രാസനം നമ്മുടെ തുടകൾ, നിത്തംബം എന്നിവയുടെ മാംസപേശികൾ കൂടുതൽ ബലമുള്ളതാക്കുന്നു. കാലുകൾ അടച്ച് ഭദ്രാസനം വഴി നിങ്ങളുടെ മാംസപേശികളിലുണ്ടായ പ്രഭാവം അനുഭവിച്ച് അറിയുക. പതുക്കെ കണ്ണുകൾ തുറക്കുക. ശ്വാസം എടുത്തുകൊണ്ട് 2 കാലുകളും മുന്നിലേക്ക് നീട്ടിവയ്ക്കുക. ദണ്ഡാസനത്തിന്റെ അവസ്ഥയിലേക്ക് വരിക. 2 കൈകളും പിന്നിലേക്കെടുത്ത് സരള ദണ്ഡാസനത്തിലേക്ക് കുറച്ചുനേരം വിശ്രമിക്കുക. കഴുത്ത് പതുക്കെ പിന്നിലേക്ക് വളയ്ക്കുക. 2 കാലുകളും അയച്ചിടുക. ഭദ്രാസനത്തിലൂടെ നിങ്ങളുടെ തുടകളുടെ മാംസപേശികളിലുണ്ടായ മാറ്റം അനുഭവിച്ച് അറിയുക. പതുക്കെ ദണ്ഡാസനത്തിലേക്ക് തിരികെ വരിക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വജ്രാസനത്തിന്റെ അഭ്യാസം. ഭക്ഷണം കഴിച്ച ശേഷം ചെയ്യാവുന്ന ഒരു ആസനമാണ് വജ്രാസനം. ഇത് നമ്മുടെ ദഹനപ്രക്രിയയെ കൂടുതൽ ശക്തമാക്കുന്നു. വജ്രാസനത്തിനായി വലത് കാലിന്റെ മുട്ടുമടക്കി വലത് തുടയുടെ കീഴിൽ വയ്ക്കുക. ഇനി ഇതേ രീതിയിൽ ഇടത് കാൽമുട്ട് മടക്കി ഇടത് തുടയുടെ കീഴിൽ വയ്ക്കുക. 2 കൈകളും 2 കാൽമുട്ടുകളിന്മേൽ വയ്ക്കുക. കണ്ണുകൾ അടയ്ക്കുക. നടുവ്, കഴുത്ത്, പുറം എന്നിവ നേരെ വയ്ക്കുക. ഇന്നത്തെ നമ്മുടെ പ്രധാന ആസനങ്ങൾ ഉഷ്ട്രാസനവും വക്രാസനവുമാണ്. ഉഷ്ട്രാസനം അഭ്യസിക്കുവാൻ ഏറ്റവുമാദ്യം വജ്രാസനത്തിലിരിക്കുക. 2 കാൽമുട്ടുകൾക്കിടയിലും കുറച്ചകലം പാലിക്കുക. ശ്വാസമെടുത്തുകൊണ്ട് മുട്ടിന്മേൽ നിൽക്കുക. 2 കൈകളും നിതംബത്തിന് മുകളിൽ വയ്ക്കുക. 2 കൈകളുടെയും വിരലുകൾ താഴേക്ക്, കൈമുട്ടുകൾ പരസ്പരം സമാന്തരമായി വയ്ക്കുക. ശ്വാസമെടുക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നടുവിന്റെ താഴ്ഭാഗം വരെ പിന്നിലേക്ക് വളയ്ക്കുവാൻ ശ്രമിക്കുക. കണ്ണുകൾ തുറന്നു പിടിക്കുക. സരൾ ഉഷ്ട്രാസനത്തിന്റെ അഭ്യാസത്തിലൂടെ ഇടുപ്പിൽ അനുഭവപ്പെടുന്ന വലിവ് അനുഭവിച്ചറിയുക. പതുക്കെ ശ്വാസമെടുത്തുകൊണ്ട് തിരികെ വരിക. വീണ്ടും വജ്രാസനത്തിൽ ഇരിക്കുക. കണ്ണുകൾ അടയ്ക്കുക. അർദ്ധ ഉഷ്ട്രാസനം വഴിയുണ്ടായ ശാരീരിക മാറ്റം ശരീരത്തിൽ അനുഭവിച്ചറിയുക. ഒരിക്കൽ കൂടി ആവർത്തിക്കാം. അർദ്ധ ഉഷ്ട്രാസൻ. അർദ്ധുഷ്ട്രാസനത്തിനായി മുട്ടിന്മേൽ വീണ്ടും നിൽക്കുക. 2 കൈകളും ഇടുപ്പിന്മേൽ വയ്ക്കുക. ശ്വാസമെടുക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടുപ്പിന്റെ താഴ്ഭാഗം വരെ പിന്നിലേക്ക് വളയ്ക്കാൻ ശ്രമിക്കുക. പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് തിരികെ വരിക. വജ്രാസനത്തിൽ വിശ്രമിക്കുക. കണ്ണുകൾ അടച്ചുകൊണ്ട് ഇടുപ്പിലുണ്ടായ നല്ല മാറ്റം അനുഭവിച്ചറിയുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് സരൾ ഉഷ്ട്രാസനം.
ഉഷ്ട്രാസനം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തികൾ ചെയ്യാവുന്ന മറ്റൊരു ആസനമാണ് സരൽ ഉഷ്ട്രാസനം. സരൽ ഉഷ്ട്രാസനത്തിനായി ഏറ്റവുമാദ്യം പതുക്കെ കണ്ണുകൾ തുറക്കുക, മുട്ടുകളിന്മേൽ എഴുന്നേറ്റ് നിൽക്കുക, കാൽ വിരലുകളിന്മേൽ കാൽപാദം ഉയർത്തിവയ്ക്കുക, രണ്ട് കൈകളും വശങ്ങളിലൂടെ പിന്നിലേക്ക് കൊണ്ടുപോയി ഉപ്പൂറ്റിയിൽ തൊടാൻ ശ്രമിക്കുക. ഇനി വയർ മുന്നോട്ട് വളയ്ക്കുക, കഴുത്ത് പിന്നിലേക്ക് വളയ്ക്കുക, കണ്ണുകൾ അടയ്ക്കുക. ശരീരത്തിന്റെ മാംസപേശികളിൽ എവിടെയാണോ പിടുത്തം അനുഭവപ്പെടുന്നത് ആ വേദന അനുഭവിച്ച് അറിയുക. നിങ്ങളുടെ മാംസപേശികൾ അയയുന്നത് അനുഭവിച്ചറിയുക. പതുക്കെ കണ്ണുകൾ തുറക്കുക. ശ്വാസമെടുക്കുക. ശ്വാസമെടുത്തുകൊണ്ട് പ്രാരംഭസ്ഥിതിയിലേക്ക് തിരികെ വരിക. വജ്രാസനത്തിൽ കുറച്ചുനേരം വിശ്രമിക്കുക. കണ്ണുകൾ അടച്ചുകൊണ്ട് സരൽ ഉഷ്ട്രാസനത്തിന്റെ മാറ്റം അനുഭവിച്ചറിയുക. ഉഷ്ട്രാസനത്തിന്റെ അഭ്യാസം. ഒട്ടകത്തിന്റെ പുറം പോലെ ശരീരാകാരം വരണം. ഇതിനെയാണ് ഉഷ്ട്രാസനം അഭ്യസിക്കേണ്ടത്. ഉഷ്ട്രാസനത്തിനായി നിങ്ങളുടെ കാലുകളുടെ മുട്ടുകളിന്മേൽ എഴുന്നേറ്റ് നിൽക്കുക. ശ്വാസം എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് നിങ്ങളുടെ കഴുത്ത് പിന്നിലേക്ക് വളയ്ക്കുക. 2 കൈകളും വശങ്ങളിലൂടെ പിന്നിലേക്ക് കൊണ്ടുപോയി നിങ്ങളുടെ ഉപ്പൂറ്റിന്മേൽ വയ്ക്കുക. വയറ് മുന്നോട്ട് വളയ്ക്കുക. കുറച്ചുനേരം ഇതേ അവസ്ഥയിൽ തുടരുക. ഈ ആസനം നമ്മുടെ തുടകൾ, ഇടുപ്പ്, തോളുകൾ, കഴുത്ത് എന്നിവയിലെ വേദന കുറയ്ക്കാൻ വളരെ നല്ലതാണ്. ഇത് ഈ അവസ്ഥയിലെ മാംസപേശികളെ അയവുള്ളതാക്കുന്നു. പതുക്കെ തിരികെ വരിക. ശ്വാസമെടുക്കുക. കഴുത്തും കൈകളും സാധാരണ സ്ഥിതിയിലാക്കി വജ്രാസനത്തിൽ വിശ്രമിക്കുക. കണ്ണുകൾ അടയ്ക്കുക. ശരീരത്തിലുണ്ടായ നല്ല മാറ്റം അനുഭവിച്ചറിയുക. ഉഷ്ട്രാസനത്തിനു ശേഷം ഉഷ്ട്രാസനത്തിന്റെ വിപരീതാഭ്യാസം എന്ന നിലയിൽ ശശകാസനം അഭ്യസിക്കാം. ശശകാസനത്തിന്റെ അഭ്യാസത്തിനായി 2 മുട്ടുകളും തമ്മിൽ കുറച്ചകലം പാലിക്കുക. 2 കൈകളും 2 കാൽമുട്ടുകളുടെയും നടുവിൽ വയ്ക്കുക. ശ്വാസമെടുക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവധാനം 2 കൈകളും മുന്നോട്ട് കൊണ്ടുപോകുക. ഇനി നിങ്ങളുടെ താടിയും നെഞ്ചും തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസം എടുത്തുകൊണ്ടിരിക്കുക. കുറച്ചു സമയത്തേക്ക് ഇതേ അവസ്ഥയിൽ തുടരുക. എന്നിട്ട് സാധാരണ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടിരിക്കുക. സാവധാനം തിരികെ വജ്രാസനത്തിലേക്ക് വരിക. എന്നിട്ട് വിശ്രമിക്കുക. ഇനി നമ്മൾ അടുത്ത അഭ്യാസത്തിലേക്ക് പോവുകയാണ്. വക്രാസനത്തിന്റെ അഭ്യാസം. വക്രാസനത്തിന്റെ പ്രധാന ഗുണസവിശേഷത അത് നമ്മുടെ നട്ടെല്ല് അല്ലെങ്കിൽ സ്പൈനൽ കോഡിനെ കൂടുതൽ ബലമുള്ളതാക്കുന്നു എന്നതാണ്. ഈ അഭ്യാസം ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഒരു കുഷന്റെ സഹായത്തോടെയും ഈ അഭ്യാസം ചെയ്യാവുന്നതാണ്. വക്രാസനം. വക്രാസനത്തിന്റെ സരള അഭ്യാസത്തിനായി ഏറ്റവുമാദ്യം ദണ്ഡാസനത്തിൽ ആയിരിക്കാം. 2 കൈകളും നിങ്ങളുടെ ഹിപ്സിനരികിൽ. ഇനി വലത് കാൽ മടക്കി ഇടത് കാൽമുട്ടിനരികിൽ കൊണ്ടുവന്ന് വയ്ക്കുക. ഇനി വലതു കൈ നട്ടെല്ലിന് പിന്നിൽ വയ്ക്കുക. ഇനി ഇടത് കൈകൊണ്ട് കാൽമുട്ടിൽ പിടിച്ച് ഇടത് നെഞ്ചിനരികിലേക്ക് മുട്ടുകൊണ്ടുവരാൻ ശ്രമിക്കുക. ശ്വാസമെടുക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കഴുത്ത് പിന്നിലേക്ക് തിരിച്ചുകൊണ്ടുവരിക. ഇതാണ് വക്രാസനത്തിന്റെ സരളമായ ഒരു അഭ്യാസം. ഈ അഭ്യാസം ചെയ്തുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ നിങ്ങൾ ഒരു കുഷന്റെ സഹായം തേടാവുന്നതാണ്. പതുക്കെ ശ്വാസമെടുത്തുകൊണ്ട്
കഴുത്ത് മുന്നോട്ട് തിരിക്കുക. കൈയുടെ ലോക്ക് അഴിച്ചുകൊണ്ട് 2 കൈകളും നിതംബത്തിനരികിൽ വയ്ക്കുക. കാൽമുട്ട് നേരെ വയ്ക്കുക. ദണ്ഡാസന സ്ഥിതിയിലേക്ക് വരിക. ഈ ആസനം ഇടത് കാൽ കൊണ്ടും ആവർത്തിക്കുക. ഇടത് കാൽ മടക്കി വലത് കാൽമുട്ടിനരികിൽ വയ്ക്കുക. ഇടതു കൈ നട്ടെല്ലിന് പിറകിൽ വയ്ക്കുക. വലത് കൈകൊണ്ട് ഇടത് കാൽമുട്ട് പിടിച്ച് കാൽമുട്ട് നെഞ്ചിനരികിലേക്ക് കൊണ്ടുവരിക. ശിരസ് തിരിച്ച് പിന്നിലേക്ക് കൊണ്ടുപോകുക. കുറച്ചു സമയം ഇതേ അവസ്ഥയിൽ തുടരുക. പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് കഴുത്ത് മുന്നിലേക്ക് കൊണ്ടുവരിക. 2 കൈകളും 2 തുടകൾക്കരികിൽ വയ്ക്കുക. മുട്ടുകൾ നേരെയാക്കുക. ദണ്ഡാസനത്തിലേക്ക് തിരികെ വരിക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് പ്രധാനമായും വക്രാസനത്തിന്റെ അഭ്യാസം. വക്രാസനത്തിന്റെ അഭ്യാസം നട്ടെല്ലിന് കൂടുതൽ അയവുണ്ടാക്കാൻ സഹായകരമാണ്. അതുപോലെ തന്നെ ഇത് പ്രമേഹനിയന്ത്രണത്തിനും വളരെ ഉപകാരപ്രദമാണ്. വക്രാസനത്തിനായി ഏറ്റവും ആദ്യം വലതു കാലിന്റെ മുട്ടുമടക്കി ഇടത് കാൽമുട്ടിലേക്ക് കൊണ്ടുവരിക. വലത് കൈ നട്ടെല്ലിന് പിന്നിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുക. ഇടത് കൈകൊണ്ട് ലോക്ക് ചെയ്തുകൊണ്ട് വലത് കാലിന്റെ കാൽപ്പത്തിയിൽ തൊടുവാൻ ശ്രമിക്കുക. ശ്വാസമെടുക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കഴുത്ത് പിന്നിലേക്ക് തിരിക്കുക. ഈ അവസ്ഥയിൽ നിങ്ങളുടെ തോൾ 180 ഡിഗ്രി ആംഗിളിൽ തുറന്നിരിക്കേണ്ടതാണ്. കുറച്ചുനേരം ഇതേ അവസ്ഥയിൽ തുടരുക. ശ്വാസമെടുത്തുകൊണ്ട് കഴുത്ത് മുന്നിലേക്ക് തിരിക. ലോക്ക് അഴിച്ചുകൊണ്ട് കൈകൾ രണ്ടും തുടകൾക്കരികിൽ വയ്ക്കുക. പതുക്കെ കാലുകൾ നേരെ വയ്ക്കുക. ഇതേ അഭ്യാസം ഇടതുവശത്തും ആവർത്തിക്കുക. ഇടത് കാൽ കാൽമുട്ടിൽ വച്ച് മടക്കുക. വലത് കാൽമുട്ടിനരികിൽ വയ്ക്കുക. ഇടതു കൈ നട്ടെല്ലിന് പുറകിൽ വയ്ക്കുക. വലത് കൈകൊണ്ട് ലോക്ക് ചെയ്തുകൊണ്ട് ഇടത് കാൽപ്പത്തി തൊടുവാൻ ശ്രമിക്കുക. കാൽപ്പത്തി തൊടാനാകാത്തവർക്ക് കുഷൻ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആങ്കിൾ ജോയിന്റിലും ഇത് പിടിക്കാവുന്നതാണ്. പതുക്കെ ശ്വാസമെടുക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കഴുത്ത് പിന്നിലേക്ക് തിരിക്കുക. നിങ്ങളുടെ തോളുകൾ 180 ഡിഗ്രി ആംഗിളിലായിരിക്കണം. കുറച്ചു സമയം ഇതേ അവസ്ഥയിൽ തുടരുക. പതുക്കെ ശ്വാസമെടുക്കുക. ശ്വാസമെടുത്തുകൊണ്ട് ശിരസ് മുന്നിലേക്ക് തിരിക്കുക. 2 കൈകളും 2 തുടകൾക്കരികിൽ വയ്ക്കുക. കാൽമുട്ടുകൾ സാവധാനം മുന്നിലേക്ക് തുറക്കുക. ദണ്ഡാസനത്തിലായിരിക്കുക. സരൾ ദണ്ഡാസനത്തിൽ വിശ്രമിക്കുക. 2 കൈകളും പിന്നിലേക്ക് നട്ടെല്ലിന് സപ്പോർട്ട് നൽകിക്കൊണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് കഴുത്ത് പിന്നിലേക്ക് വളയ്ക്കുക. വക്രാസനം ചെയ്തതിലൂടെ നിങ്ങളുടെ ശരീരത്തിലുണ്ടായ നല്ല മാറ്റം, ആ മാറ്റത്തെക്കുറിച്ച് കുറച്ചുനേരം ധ്യാനിക്കുക. ഇനി നമ്മൾ കമിഴ്ന്ന് കിടന്നുകൊണ്ട് ചെയ്യാവുന്ന ആസനങ്ങളിലേക്കാണ് പോകാൻ പോകുന്നത്. ഇതിൽ മകരാസനമാണ് ഏറ്റവും ആദ്യത്തെ ആസനം. ഇതിനായി കമിഴ്ന്ന് കിടക്കുക. രണ്ട് കൈകളും മടക്കി നിങ്ങളുടെ താടിക്കു കീഴിൽ ഒന്നിനു മുകളിൽ ഒന്നായി വയ്ക്കുക. ഇനി നിങ്ങളുടെ ശിരസ് നിങ്ങളുടെ 2 കൈകളിന്മേലും വയ്ക്കുക. 2 കാലുകളുടെയും ഉപ്പൂറ്റി ഉള്ളിലേക്കും കാൽപാദങ്ങൾ പുറത്തേക്കുമായിരിക്കട്ടെ. 2 കാലുകളും തമ്മിൽ നിങ്ങൾക്കിഷ്ടമുള്ളത്ര ദൂരം പാലിക്കുക. നിങ്ങൾക്ക് കംഫർട്ടബിളായ ഒരു ദൂരമായിരിക്കണം. ഇതാണ് മകരാസനം. മകരാസനം നമ്മുടെ എല്ലാ ടെൻഷനെയും ദൂരെ അകറ്റുന്നതാണ്. നമ്മുടെ മുഴുവൻ ശരീരത്തിനും ഇത് പൂർണ്ണമായ വിശ്രാന്തി നൽകുന്നതാണ്. അടുത്ത ആസനമാണ് ഭുജംഗാസനം. ഭുജംഗാസനത്തിനായി പതുക്കെ കണ്ണുകൾ തുറക്കുക. 2 കൈകളും ശിരസിന് മുന്നിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ 2 കാലുകളും തമ്മിൽ ചേർക്കുക.
രണ്ട് കൈകളും നിങ്ങളുടെ തോളിന് താഴെ വരെ കൊണ്ടുവരിക. നിങ്ങളുടെ താടി നിലത്ത് മുട്ടിക്കുക. നിങ്ങളുടെ രണ്ട് കൈമുട്ടുകളും നിങ്ങളുടെ ഇടുപ്പിൽ ഒട്ടിച്ചു വയ്ക്കുക. പതുക്കെ ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് പതുക്കെ നിങ്ങളുടെ നെഞ്ചും താടിയും നിലത്തുനിന്ന് ഉയർത്തിക്കൊണ്ട് ഒരു സർപ്പത്തിന്റെ ആകാരത്തിലേക്ക് വരിക. ശ്രദ്ധിക്കുക, നിങ്ങളുടെ കാലുകൾ തമ്മിൽ ചേർന്നിരിക്കണം. അതുപോലെ നിങ്ങളുടെ നാഭി നിലത്ത് തൊട്ടിരിക്കുകയും വേണം. ഭുജംഗാസനം നടുവുവേദനയ്ക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരു ആസനമാണ്. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പതുക്കെ നിങ്ങളുടെ താടിയും നെഞ്ചും നിലത്ത് ചേർത്ത് വയ്ക്കുക. ഇനി മകരാസനത്തിൽ വിശ്രമിക്കുക. ഭുജംഗാസനത്തിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ശലഭാസനം. ശലഭാസനത്തിനായി രണ്ട് കാലുകളും പിറകിൽ ഒന്നിച്ചു ചേർക്കുക. രണ്ട് കൈകളും നിങ്ങളുടെ തുടകൾക്കരികിൽ കൊണ്ടുവന്ന് വയ്ക്കുക. കൈകളുടെ കൈപ്പത്തികൾ നിലത്തിനഭിമുഖമായിരിക്കണം. നിങ്ങളുടെ വിരലുകൾ ചേർന്നിരിക്കണം. താടി നിലത്ത് മുട്ടിച്ചു വയ്ക്കുക. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കാലുകളും എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം ഉയർത്താൻ ശ്രമിക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസത്തോടെ ഈ അവസ്ഥയിൽ കുറച്ചു സമയം തുടരുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് പതുക്കെ നിങ്ങളുടെ കാലുകൾ നിലത്തേക്ക് വയ്ക്കുക. മകരാസനത്തിൽ വിശ്രമിക്കുകയും ചെയ്യുക. മകരാസനം ഉപ്പൂറ്റി ഉള്ളിലേക്കും കാൽപാദങ്ങൾ പുറത്തേക്കും. ഇനി നമ്മൾ മലർന്ന് കിടന്നുകൊണ്ട് ചെയ്യാവുന്ന ആസനങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഇതിനായി പുറംതിരിഞ്ഞ് കിടക്കുക. ഇടതുവശത്തുകൂടി തിരിഞ്ഞ് മലർന്ന് കിടക്കുക. മലർന്നു കിടന്നുകൊണ്ട് ചെയ്യാവുന്ന ആസനങ്ങളിൽ ആദ്യത്തെ ആസനമാണ് പവൻ മുക്താസനം. പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഇത് വായുമുക്തമാക്കാനുള്ള ഒരു അഭ്യാസമാണ്. ഇതിനായി ഏറ്റവും ആദ്യം രണ്ട് കാലുകളും തമ്മിൽ ചേർക്കുക. രണ്ട് കൈപ്പത്തികളും നിലത്തിനഭിമുഖമായി വയ്ക്കുക. നേരെ നിവർന്ന് കിടക്കുക. ഇനി ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് രണ്ട് കാലുകളും 90 ഡിഗ്രി ആംഗിളിൽ ഉയർത്തിവയ്ക്കുക. മുട്ടുകൾ നേരെ വയ്ക്കുക. ഇനി ഇവിടെ നിന്ന് മുട്ടുകൾ പതുക്കെ മടക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മുട്ടുകൾ രണ്ടും വക്ഷസ്ഥാനത്തിനടുത്തേക്ക് കൊണ്ടുവരിക. രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ടുവന്ന് കൈവിരലുകൾ തമ്മിൽ കോർത്ത് മുട്ടുകൾക്ക് മുകളിൽ വച്ച് നിങ്ങളുടെ മുട്ടുകൾ നെഞ്ചിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇനി ശിരസ് ഉയർത്തിക്കൊണ്ടുവന്ന് നിങ്ങളുടെ താടിയോ മൂക്കോ രണ്ട് കാൽമുട്ടുകളുടെയും ഇടയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശിരസ് ഉയർത്തുക. ഈ സ്ഥിതി കുറച്ചു സമയം തുടർന്നുകൊണ്ടിരിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് പഴയതുപോലെ സാധാരണ സ്ഥിതിയിലേക്ക് വരിക. പതുക്കെ ശിരസ് താഴെ വയ്ക്കുക. ലോക്ക് ചെയ്തു വച്ചിരിക്കുന്ന വിരലുകൾ അഴിച്ച് വശങ്ങളിൽ വയ്ക്കുക. 90 ഡിഗ്രി ആംഗിളിൽ നിങ്ങളുടെ കാലുകൾ ഉയർത്തുക. പതുക്കെ കാലുകൾ സാവധാനം താഴ്ത്തിക്കൊണ്ട് സാധാരണ സ്ഥിതിയിലേക്ക് വരിക. രണ്ട് കാലുകളും തമ്മിൽ ദൂരം പാലിക്കുക. പത്തികൾ ആകാശത്തിനഭിമുഖമായി കണ്ണുകൾ അടയ്ക്കുക. പവൻ മുക്താസനത്തിന് നിങ്ങളുടെ ശരീരത്തിലുണ്ടായ മാറ്റം അനുഭവിച്ചറിയുക. പവൻ മുക്താസനത്തിന് അനേകം ഗുണങ്ങളുണ്ട്. ഇത് ദഹനപ്രക്രിയയെ ബലമുള്ളതാക്കുന്നു. പ്രമേഹത്തിന്റെ അസുഖമുള്ളവർക്കും ഇത് ഉപകാരപ്രദമാണ്. ഡൈജഷൻ അല്ലെങ്കിൽ ദഹനത്തിന് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആസനമാണ്. ഇപ്പോൾ നമ്മുടെ ശരീരം ശവാസനത്തിന്റെ അവസ്ഥയിലാണ്. രണ്ട് കാലുകളും തമ്മിൽ നിങ്ങളുടെ തോളുകൾ തമ്മിലുള്ള ദൂരത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിളായ ഒരു ദൂരത്തിലോ വയ്ക്കുക. രണ്ട് കൈകളുടെയും കൈപ്പത്തികൾ ആകാശത്തിന് അഭിമുഖമായി കഴുത്തും ശരീരവും അയച്ച് ഇടുക. കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങളുടെ മുഴുവൻ ശരീരത്തെയും അവലോകനം ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്ന ശ്വാസത്തെയും പുറത്തേക്ക് വിടുന്ന ശ്വാസത്തെയും അനുഭവിക്കുവാൻ ശ്രമിക്കുക. ഇന്ന് ചെയ്ത എല്ലാ ആസനങ്ങളെയും
നിങ്ങളുടെ മനസ്സിൽ ആവർത്തിച്ച് കാണുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ശരീരത്തെ പൂർണ്ണമായും നിശ്ചലമാക്കി വയ്ക്കുക. 2 കാലുകളും പൂർണ്ണമായും അയച്ച് ഇടുക. ആസനം ചെയ്യുന്നത് വഴി നിങ്ങളുടെ ശരീരത്തിലെവിടെയെങ്കിലും പിരിമുറുക്കമോ സമ്മർദ്ദമോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. ആഴത്തിലുള്ള ദീർഘശ്വാസം എടുക്കുക. ആഴത്തിലുള്ള നീണ്ട ശ്വാസം പുറത്തേക്ക് വിടുക. ശവാസനം നമ്മുടെ ടെൻഷനും പിരിമുറുക്കവും കുറയ്ക്കുവാൻ സഹായകരമാണ്. നിങ്ങളുടെ ശരീരം മുഴുവനും റിലാക്സേഷൻ അവസ്ഥയിലാണ്. നിങ്ങൾ വിശ്രമിക്കുന്ന അവസ്ഥയിലാണ്. പതുക്കെ 2 കാലുകളും അനക്കുക, 2 കൈകളും അനക്കുക. ഇനി ഒരു വശം തിരിഞ്ഞ് പതുക്കെ എഴുന്നേൽക്കുക. ഏതെങ്കിലും ഒരു ആസനത്തിൽ, സുഖാസനം അല്ലെങ്കിൽ പദ്മാസനത്തിൽ ഇരിക്കുക. അടുത്ത അഭ്യാസം നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രാണായാമത്തിന്റെ അഭ്യാസമാണ്. ദീർഘശ്വാസം. ഇതിനായി 2 കൈകളും ധ്യാന മുദ്രയിൽ വയ്ക്കുക. ചൂണ്ടുവിരലും തള്ളവിരലും ഉപയോഗിച്ച് മുദ്ര പിടിച്ച് ബാക്കി 3 വിരലുകളും നേരെയായിരിക്കട്ടെ. ധ്യാനമുദ്രയിൽ കണ്ണുകൾ അടച്ചുകൊണ്ട് ഇരിക്കുക. പതുക്കെ സാവധാനം നീണ്ട ആഴമുള്ള ശ്വാസം എടുക്കുക. ഇനി ആഴമുള്ള ദീർഘമായി ശ്വാസം പുറത്തേക്ക് വിടുക. തുടർന്നുകൊണ്ടിരിക്കുക. നിർത്താതെ നിങ്ങൾ ഇങ്ങനെ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സാവധാനം നിങ്ങളുടെ തോളുകൾ നിവരുന്നതാണ്. നിങ്ങളുടെ നെഞ്ച് പതുക്കെ ഉയരും. വയറും ചലിച്ചുകൊണ്ടിരിക്കുന്നു. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ തോളും നെഞ്ചിൻകൂടും വയറും ഉള്ളിലേക്ക് നീങ്ങുന്നു. അഭ്യാസം ചെയ്യുമ്പോൾ, ഈ പ്രാണായാമം ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഉള്ളിലേക്ക് പോസിറ്റീവായ ചിന്തകൾ, പോസിറ്റീവായ എനർജി, പോസിറ്റീവായ ചൈതന്യം എന്നിവ ശ്വാസത്തിലൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നു. നീണ്ട ശ്വാസം നിങ്ങൾ പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് ചിന്തകളും ആലോചനകളും ശാരീരികവും മാനസികവുമായ ദുഃഖങ്ങളും പുറത്തേക്ക് പോവുകയാണ്. 3 തൊട്ട് 4 തവണ നീണ്ട ആഴത്തിലുള്ള ശ്വാസോച്ഛ്വാസം ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാക്കി വയ്ക്കുക. ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ നിങ്ങളുടെ തോളും നെഞ്ചും വയറും നിറയുന്നതുപോലെ തോന്നുന്നു. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ തോൾ, നെഞ്ച്, വയറ് എന്നിവ ഉള്ളിലേക്ക് വരുന്നു. മൂന്ന് തവണ ദീർഘമായി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തതിനു ശേഷം അടുത്ത പ്രാണായാമം ചെയ്യാം. അതാണ് അനുലോം വിലോം പ്രാണായാമം. അനുലോം വിലോം പ്രാണായാമത്തിനായി വലതുകൈ ജ്ഞാനമുദ്രയിൽ പിടിക്കുക. വലത് കൈകൊണ്ട് പ്രാണായാമം അല്ലെങ്കിൽ നാസികാഗ്ര മുദ്ര ചെയ്യുക. അതുകൊണ്ട് നിങ്ങളുടെ ചൂണ്ടുവിരലും നടുവിരലും നിങ്ങളുടെ തള്ളവിരലുകൊണ്ട് ചേർത്ത് പിടിക്കുക. അതുപോലെ നിങ്ങളുടെ മോതിരവിരലും ചെറുവിരലും പുറത്തേക്ക് തുറന്നിരിക്കട്ടെ. ഇങ്ങനെ നിങ്ങളുടെ മൂക്ക് പിടിക്കുക. ഇടത് നാസാദ്വാരത്തിലൂടെ ശ്വാസം ഉള്ളിലേക്കെടുക്കുക. വലത് നാസാദ്വാരത്തിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും ഇടത് നാസാദ്വാരത്തിലൂടെ ശ്വാസം എടുക്കുക. വലത് നാസാദ്വാരത്തിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇങ്ങനെ 4 തവണ ഈ അഭ്യാസം ആവർത്തിക്കുക.
ശ്വാസം എടുക്കുന്നതിൻ്റെയോ പുറത്തുവിടുന്നതിൻ്റെയോ ശബ്ദം പുറത്തുവരാൻ പാടില്ല. അനുലോം വിലോം പ്രാണായാമം നമ്മുടെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതാണ്. നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നു. നമ്മുടെ ഉത്കണ്ഠയും പിരിമുറുക്കവും സ്ട്രെസ്സും ദൂരെ അകറ്റുന്നു. നമ്മുടെ തന്ത്രികാതന്ത്രത്തെ കൂടുതൽ ബലമുള്ളതാക്കുന്നു. അനുലോം വിലോമിന്റെ 4 ചക്രങ്ങൾ ചെയ്തതിനു ശേഷം ഇടത് നാസാദ്വാരത്തിലൂടെ പ്രാണായാമം പൂർത്തീകരിച്ചുകൊണ്ട് വിശ്രമ അവസ്ഥയിലേക്ക് തിരികെ വരിക. പ്രാണായാമത്തിന്റെ മുദ്ര വലത് നാസാദ്വാരത്തിലൂടെ വായു പുറത്തേക്ക് വിട്ടുകൊണ്ട് പൂർത്തിയാക്കുക. ഇനി 2 കൈകളും ജ്ഞാനമുദ്രയിൽ പിടിച്ചുകൊണ്ട് കൈകൾ തിരികെ വയ്ക്കുക. അടുത്ത അഭ്യാസം ധ്യാനമാണ്. ഇതിനായി ധ്യാനമുദ്ര ചെയ്യുക. ഇതിനായി ധ്യാനമുദ്രയിൽ കൈകൾ കൊണ്ടുവരിക. അതായത് ഇടതുകൈ താഴെയും വലത് കൈ മുകളിലുമായി ധ്യാനസ്ഥിതിയിൽ കണ്ണുകൾ അടയ്ക്കുക. കഴുത്തും തോളും നട്ടെല്ലും നേരെയാക്കി വയ്ക്കുക. ശ്വാസമെടുത്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിനുള്ളിലേക്ക് പോസിറ്റീവായ ഒരു ചിന്ത കൊണ്ടുവരിക. ദയ, കരുണ, വാത്സല്യം, സ്നേഹം, സഹകരണം എന്നീ പോസിറ്റീവായ ചിന്തകൾ ഓർത്തുകൊണ്ട് നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് മനസ്സിലുള്ള നെഗറ്റീവായ എല്ലാ ചിന്തകളും, ഉത്കണ്ഠ, ദുഃഖം, പിരിമുറുക്കം, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, മാനസികമായ പ്രശ്നങ്ങൾ എന്നിവ പുറത്തേക്ക് വിടുക. മനസ്സിനുള്ളിൽ ഓംകാര ജപം ചെയ്തുകൊണ്ടേയിരിക്കുക. താഴെ തൊട്ട് മുകളിൽ വരെ, നിങ്ങളുടെ കാൽപാദം തൊട്ട് ശിരസ് വരെ പ്രാണ ഊർജം നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നതായി സങ്കൽപ്പിക്കുക. മനസ്സിനുള്ളിൽ ജപിച്ചുകൊണ്ടേയിരിക്കുക. ധ്യാനം പുറത്തുനിന്ന് ഉള്ളിലേക്കുള്ള ഒരു യാത്രയാണ്. ബഹിർമുഖിയിൽ നിന്ന് അന്തർമുഖിയാക്കുന്ന ഒരു പ്രക്രിയയാണ് ധ്യാനം. വിഷാദത്തിൽ നിന്ന് പ്രസാദത്തിലേക്ക് നീങ്ങാനുള്ള ഒരു മാർഗമാണ് ധ്യാനം. ധ്യാനം നിങ്ങളെ തന്നെ ഉണർത്തുവാനുള്ള ഒരു വിധമാണ്. പതുക്കെ ആഴത്തിലുള്ള ദീർഘശ്വാസങ്ങൾ എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ചിന്ത രൂപം കൊള്ളട്ടെ. നിങ്ങളുടെ മനസ്സിൽ ആലോചിക്കുക, നിങ്ങൾക്കെപ്പോഴും നിങ്ങളെ തന്നെ ഒരു സന്തുലിതാവസ്ഥയിലാക്കി വയ്ക്കണം. ഇതിൽ നമ്മുടെ ആത്മവികാസം ഉൾപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിക്കുക, ഞാൻ എന്നോടു തന്നെയും എന്റെ കുടുംബത്തോടും എന്റെ ജോലിയോടും സമൂഹത്തോടും വിശ്വത്തോടും ശാന്തി, ആനന്ദം, ആരോഗ്യം എന്നിവയുടെ പ്രചരണത്തിനായി ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ മാനവിക മൂല്യങ്ങൾ പാലിക്കാൻ പ്രതിബദ്ധയാണ്. ഒപ്പം രാജ്യത്തിന്റെ വികസനത്തിനായി എന്നും സമർപ്പിതയായിരിക്കും.
ഈ പ്രതികൂല സാഹചര്യങ്ങളിലും ഞങ്ങൾ ഒന്നു ചേർന്ന് ആയിരിക്കും. ഈ ചിന്ത നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. ശാന്തി കീർത്തനത്തിനായി 2 കൈകളും തമ്മിൽ കൂപ്പുക. ശാന്തി കീർത്തനം ഒരുമിച്ച് ഒരേ സ്വരത്തിൽ. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയഃ സർവേ ഭദ്രാണി പശ്യന്തു കശ്ചിത് ദുഃഖഭാഗ് ഭവേത് മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ. കൈകൾ രണ്ടും കണ്ണിനു മുകളിൽ വയ്ക്കുക. ഇനി കണ്ണുകൾ തുറന്നുകൊണ്ട് സാധാരണ സ്ഥിതിയിലേക്ക് തിരികെ വരിക. നിങ്ങൾക്കേവർക്കും ഒരുപാട് നന്ദി.